കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ പ്രസംഗം നടത്തിയിരിക്കുന്ന ഒരു 13 പ്രസംഗങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രാരംഭ പ്രസംഗികനായ പത്രോസ് താൻ 3 പ്രസംഗങ്ങളും, ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിൻ്റെ ഒരു പ്രസംഗവും, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ശൗൽ അഥവാ പൗലോസിൻ്റെ 9 പ്രസംഗങ്ങളും. ഇതിലേതെങ്കിലും ഒരു പ്രസംഗത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചോ രാജ്യത്തിൻ്റെ സുവിശേഷമോ പ്രസംഗിച്ചതായിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഒരു തെളിവ് തരാമോ? വെറുതെ ഒന്നുമല്ല ഇത് പറയുന്നത്. ഇത് ബൈബിൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഗൗരവപൂർവമായി നിങ്ങൾ സത്യം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗൗരവപൂർവമായി പൂർണ്ണമായി കേൾക്കുക. വേറിട്ട ചിന്തയുടെ ഈ 87ാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്നത്തെ നമ്മുടെ പഠന വിഷയം, ചിന്താ വിഷയം രാജ്യത്തിൻ്റെ സുവിശേഷം എന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് താൻ വന്ന ദൗത്യം നിർവഹിച്ചതിന് ശേഷം, അതായത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതിന് ശേഷം സ്വർഗാരോഹണം ചെയ്തത്, ആ സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ നിയോഗപ്പെടുത്തിയത് എന്തിനാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ്, എങ്ങനെ ആണ് ദൗത്യം നിർവഹിക്കേണ്ടത്? എന്നാൽ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലുമൊക്കെയും യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ്, അതായത് ക്രൂശീകരണത്തിന് മുൻപ് ശിഷ്യന്മാരെ അയച്ചതും നമ്മളൊരു താരതമ്യ പഠനം നടത്തേണ്ടത് ആവശ്യമുണ്ട്. പ്രാരംഭമായി ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയ പഠിതാക്കളായ ശ്രോതാക്കളോട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവരുടെ കമൻറ്റുകളെക്കുറിച്ച് ഒന്ന് സ്പർശിച്ചു പോകട്ടെ. ചിലരുടെയൊക്കെ കമൻറ്റ് കണ്ടാൽ ഞാൻ ഏതാണ്ട് ഷാജി പാസ്റ്ററുടെ ഭയങ്കര വൈരാഗ്യമുള്ളൊരു മനുഷ്യനെന്നുള്ള രീതിയിലാണ്. അത് നിങ്ങളുടെ ചിന്താശേഷിയുടെ പക്വത കുറവുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചതാണ്. ആശയയുദ്ധവും വ്യക്തിയുദ്ധവും രണ്ടാണ്. ഷാജി പാസ്റ്റർ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞങ്ങൾ തമ്മിൽ ഇതുവരെയും ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല, കൂടി കണ്ടിട്ടില്ല. പിന്നെ എന്തിന് ഞാൻ അദ്ദേഹത്തോട് വൈരാഗ്യം പ്രകടമാക്കണം? എന്നാൽ വേറിട്ട ചിന്ത എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത, ദുരുപദേശം, അതായത് സത്യവചനത്തിന് വിരുദ്ധമായി എവിടെ ഉപദേശം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെ അതിൻ്റെ സത്യമായ വചനം വെളിപ്പെടുത്തുവാനുള്ള ഒരു ചാനലാണ്. ഇതൊരു വ്യക്തിയെയോ ഒരു സംഘടനയോ അല്ലെങ്കിൽ ആരുടെയും പ്രവൃത്തി ദോഷത്തെയോ വിളിച്ച് ഘോഷിക്കാനുള്ളതല്ല. ഒരിക്കൽ ഒരു പെന്തക്കോസ്ത് സഭയുടെ ജനറൽ കൺവെൻഷനിൽ മഞ്ഞ സാരി അണിഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പെണ്ണുങ്ങൾ സ്റ്റേജിൽ പാസ്റ്റർമാരുടെ മുൻപിൽ ഡാൻസ് കളിച്ചപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. അന്ന് രാത്രി തന്നെ കിട്ടി. അതാണ് അതിൻ്റെ സംഭവം. ചൂടാറുന്നതിന് മുമ്പ് എനിക്ക് കിട്ടി. എന്നോട് ചോദിച്ചു, ഇതിനെ ഒന്ന് സമൂഹത്തിലേക്കൊന്ന് വെളിപ്പെടുത്താവോ? ഞാൻ സോറി പറഞ്ഞു. ഈ ചാനൽ അതിനുള്ളതല്ല, ഇത് വചനം പഠിപ്പിക്കാനുള്ളതാണ്. പ്രവൃത്തി ദോഷമോ സംസാര ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതികളോ ഇതൊന്നും ഇതിനകത്ത് പറയാൻ സമയമില്ല. ഇത് സത്യവചനം പറയാനാണ്. അതിനകത്തറിയാം വണ്ണസ്സുകാർ കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയ വിഷയത്തെയും, അല്ല എന്ത് പാപം ചെയ്താലും സ്വർഗത്തിൽ പോകും എന്ന് പഠിപ്പിക്കുന്നവരെയും, അന്യഭാഷയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരൊക്കെ നിന്നുപോയെന്ന് പറയുന്നവരെയും, അതല്ല ശനിയാഴ്ചയാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് പറയുന്നവരെയും, അല്ല മാതാവിനോടും അപേക്ഷിക്കണമെന്ന് പറയുന്നവരുടെയും ഇവരുടെ എല്ലാം കപടമായ പഠിപ്പിക്കലിനെ വചനത്തിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണിത്. അപ്പോൾ അതറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് ഷാജി പാസ്റ്റർ ഞാനുമായിട്ട് ഒരു വൈരാഗ്യവുമില്ല. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൽ, അതായത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള തൻ്റെ പഠിപ്പിക്കൽ, അവിടെ ഞാനൊരു വചനം പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഒരു കാര്യം ചോദിക്കുന്നത് നമുക്ക് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏകദേശം ശിഷ്യന്മാരെ കൂട്ടി ഒരു 2 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 2 വർഷമെങ്കിലും കഴിഞ്ഞ സമയത്ത് ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ചാടിക്കയറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. കർത്താവ് യേശു എന്താണ് മറുപടി പറഞ്ഞത്? പത്രോസ്, ജഡരത്നങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തി തന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അല്ല, സ്വർഗത്തിൽ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്.
എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അന്ത്രയോസ് വന്ന് പത്രോസിനോട് പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന് വെച്ചാൽ മശീഹയെ കണ്ടെത്തി. അങ്ങനെ ക്രിസ്തുവിനെ ആണ് അന്ത്രയോസ് പത്രോസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ആ വാക്ക് കേട്ടാണ് അവിടെ ചെല്ലുന്നത്. എന്നിട്ട് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ യേശു ചോദിച്ചപ്പോൾ പത്രോസ് ചാടിക്കയറി മറുപടി പറയുന്നത്. സത്യത്തിൽ യേശു താൻ ക്രിസ്തുവാണെന്ന് പത്രോസാണോ അന്ത്രയോസാണോ ആദ്യം അറിഞ്ഞത്? നിങ്ങളത് വായിച്ചു നോക്കണേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനീ പറയുന്നതല്ല വചനത്തിൻ്റെ, ഏതോ ഒരു ശ്രോതാവ് പറഞ്ഞ വചനത്തിൽ കണ്ടെത്തിയെന്നില്ലെന്ന്. ഞാനീ പറയുന്നതൊന്നും വചനത്തിൽ കണ്ടില്ലെന്ന് എനിക്ക് വളരെ സഹതാപം തോന്നി. കാരണം ഞാൻ പറയുന്ന റെഫറൻസ് പോലും കണ്ടെടുക്കാൻ കഴിയില്ലാത്ത അല്ലെങ്കിൽ അറിയില്ലാത്ത ഒരാളെ ഇങ്ങനെയൊക്കെ മയക്കിക്കൊണ്ട് പോയി അങ്ങനെയുള്ളവരൊക്കെ പോകും. പക്ഷേ വചനം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വചനം ഒരു റെഫറൻസ് പറഞ്ഞാൽ അതുപോലും എടുക്കാൻ അറിയില്ലാത്ത ആളുകളൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ വശീകരിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഖേദിക്കുന്നു, അവരെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. അപ്പോൾ ഞാനീ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കാര്യമാണ്. എൻ്റെ ബൈബിളിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. ഈ വായിക്കാതൊക്കെ വെച്ച് വല്ല ചെതലും തിന്ന് കളഞ്ഞാലൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പത്രോസ് അറിയുന്നതിന് മുൻപ് അറിഞ്ഞത് അന്ത്രയോസാണ്. അന്ത്രയോസിൽ നിന്നാണ് കേട്ട് പത്രോസ് അറിയുന്നത് ആര്? യേശു ക്രിസ്തുവാണെന്ന് അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? അതിനിപ്പോൾ യേശു ഉദ്ദേശിച്ച ദൈവം സ്വർഗത്തിലെ പിതാവ് അന്ത്രയോസാണോ? കാരണം ജഡരക്തങ്ങളെല്ലാം നിനക്കിത് വെളിപ്പെടുത്തി തന്നെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അന്ത്രയോസ് പറഞ്ഞാണ് പത്രോസ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ യേശു എന്താ അങ്ങനെ പറഞ്ഞത്? അതിൽ നിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശു ആണെന്നുള്ള കാര്യം ആര് പറഞ്ഞും കേട്ടും പ്രസംഗം കേട്ടും പഠിച്ചൊക്കെ അറിയാം. അതാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത്. പക്ഷേ ഞാൻ ക്രിസ്തു ആണെന്നുള്ളൊരു വെളിപ്പാടാണ്. അത് പഠിക്കേണ്ടതല്ല, അത് പ്രാപിക്കേണ്ടതാണ്. മനസ്സിലായി കാണുമല്ലോ. കാരണം യേശു എന്നുള്ളത് ആകാശത്തിൻ്റെ കീഴിലുള്ള ദൗത്യത്തിൽ വന്നതാണ്. ക്രിസ്തു എന്നുള്ളത് ആകാശത്തിന് മുകളിൽ സ്വർഗത്തിലെ കാര്യമാണ്. തരംതിരിച്ച് പഠിക്കണം. എന്നിട്ട് ഇതൊന്നും ബൈബിളിലില്ലെന്നൊന്നും പറയരുത് കേട്ടോ. ബൈബിളിലൊക്കെ ഉണ്ട്, വായിച്ച് പഠിക്കണം. അപ്പോൾ ആ ആകാശത്തിന് മുകളിൽ സ്വർഗത്തിലുള്ള കാര്യമായതുകൊണ്ട് അത് കണ്ടു പഠിക്കേണ്ടതല്ല, അത് കേട്ട് പഠിക്കേണ്ടതല്ല. സ്വർഗത്തിലുള്ളത് പ്രാപിക്കേണ്ടതാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിങ്ങൾ ഉയരത്തിലുള്ളത് പ്രാപിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമ്മൾ പഠിക്കുന്ന കാര്യമുണ്ട്, പ്രാപിക്കേണ്ട കാര്യമുണ്ട്. യേശു അതായത് ക്രിസ്തു എന്നുള്ള പദവിയെക്കുറിച്ച് ഷാജി പാസ്റ്റർക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചെങ്കിൽ ഞാൻ അന്നത്തെ അതിശയപ്പെടുന്നില്ല. കാരണം അത് പഠിക്കേണ്ട കാര്യമല്ല, അത് പ്രാപിക്കേണ്ട കാര്യമാണ്. അത് കഴിയാതെ പോയതുകൊണ്ടാണ് റൂട്ടുകൾ തെറ്റിപ്പോയത്. പിന്നെ ഞാൻ ഷാജി പാസ്റ്ററുടെ പുറകെ നടന്ന് വേട്ടയാടുകയാണെന്ന് ഇല്ല കേട്ടോ. ഉപദേശത്തെയാണ്, അദ്ദേഹത്തെ അല്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കക്ഷി പറഞ്ഞു ഉപജീവന മാർഗ്ഗമല്ലേ നടക്കട്ടെ എന്ന്. അപ്പോൾ എൻ്റെ ഒരു അനുജനാണ്, അദ്ദേഹം എന്നെ വിളിച്ചിരുന്ന ചേട്ടനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പണി അനുജന് ഈ ചേട്ടൻ തരണ്ട, മറ്റേ ചേട്ടനുണ്ടല്ലോ, നിങ്ങളെ പഠിപ്പിക്കുന്ന ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അതല്ല നല്ലത്. അപ്പോൾ ഇതൊക്കെ ആളുകളുടെയൊക്കെ എന്താ പറയുന്നത്, ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ പിന്നെ ഇറക്കുന്ന തന്ത്രമാണിത്. അതിൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ വചനത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആശയപരമായിട്ടാണ് ഉള്ളൊരു സംവാദമുള്ളൂ, അല്ലാതെ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് ആശയപരമായിട്ട് നമ്മൾ ആശയം കൊണ്ട് ഖണ്ഡിക്കണം. അതിനാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. അല്ലാതെ ഇങ്ങനെ കയറി പൊക്കി പിടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഷാജി പാസ്റ്ററിനൊരു കുഴപ്പമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടല്ലേ പറയണ്ടേ. പ്ലീസ്, ഞാൻ ഷാജി പാസ്റ്ററിൻ്റെ ഒരു മിസ്റ്റേക്കും കണ്ടില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യത്തക്ക നിലയിൽ അല്ലെങ്കിൽ താക്കീത് കൊടുക്കത്തക്ക നിലയിൽ ഒന്നും അദ്ദേഹത്തിന് മിസ്റ്റേക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ, അത്തരത്തിലുള്ള വ്യാഖ്യാനക്കാരെയും പഠിപ്പിക്കലും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ച ഈ മനുഷ്യനെ നിങ്ങൾ കളിയാക്കുന്നത് ശരിയല്ല. ഒരു മനുഷ്യനെ അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ പെന്തക്കോസ്ത് സഭകൾ വന്നിട്ട് എത്ര വർഷമായി? ഇവിടുത്തെ പ്രമുഖ സഭകളുടെയൊക്കെയും സ്ഥാപകന്മാരായിരിക്കുന്ന പിതാക്കന്മാരറിയാമോ? IPCയുടെ പ്രസിഡന്റ്, IPCയുടെ സ്ഥാപകനായിരിക്കുന്ന K. എബ്രഹാം സാറ്, അങ്ങനെയുള്ള ഓരോ ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, AG, പിന്നെ കുറേ പൂർവ്വകാല സ്വതന്ത്ര സഭകൾ, അവിടുത്തെ എല്ലാ ദൈവദാസന്മാർ പ്രാപിച്ച വെളിപ്പാടും അവർ പഠിപ്പിച്ചതും അവർ പ്രസംഗിച്ചതുമായ ഉപദേശമെല്ലാം തെറ്റാണ് എന്ന് അതിനകത്ത് പെട്ടുപോയവർക്ക് ഇപ്പം കുറ്റബോധം വന്നു എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെയല്ല ഒരു സമൂഹത്തെ മുഴുവനും ആക്ഷേപിച്ചപ്പോൾ ഈ കണ്ണുനീരൊഴുക്കുന്ന കപടഭക്തിക്കാരെ നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പോൾ ഷാജി പാസ്റ്ററുടെ പഠിപ്പിക്കൽ
അതിൻ്റെ കള്ളത്തരവും പൊള്ളത്തരവും വെളിപ്പെടുത്തി കാണിച്ചപ്പോൾ നിങ്ങൾ പറയുന്നു ഷാജി പാസ്റ്ററെ അപമാനിച്ചെന്ന്. എന്നാൽ കേരളത്തിലെ പെന്തക്കോസ്തുകാരെ മുഴുവനും ആക്ഷേപിച്ചപ്പോൾ ഈ മുതലക്കണ്ണുനീരൊഴുക്കുന്ന ഈ കപട ഭക്തിക്കാരായ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ കണ്ടില്ലേ? ഇത് കേട്ടു നോക്ക്. സത്യം ഇതാണെന്നറിഞ്ഞപ്പോൾ കുറ്റബോധത്താൽ പെന്തക്കോസ് പാസ്റ്ററും കുടുംബവും വീണ്ടും സ്നാനപ്പെട്ടു. പുതിയ കുറ്റബോധം വന്നപ്പോഴേ പെന്തക്കോസുകാരുടെ പഠിപ്പിക്കൽ യേശു ദൈവമാണെന്ന് വിശ്വസിച്ചത് അതിനകത്ത് വലിയ കുറ്റമായി പോയെന്ന് ഒരു സമൂഹത്തെ മുഴുവനുമല്ലേ നിങ്ങൾ ആക്ഷേപിച്ചത്? ഒരു ഷാജി പാസ്റ്റർ മാത്രമാണോ? എത്രയോ ലക്ഷക്കണക്കിന് പാസ്റ്റർമാരെയാണ്, അതായത് കേരളത്തിൽ പെന്തക്കോസ്ത് സഭ വന്നതിന് ശേഷം പ്രവർത്തിച്ചു മരിച്ച് മഹത്വത്തിൽ എടുക്കപ്പെട്ടതും ഇന്ന് നിലനിൽക്കുന്നതുമായ ലക്ഷക്കണക്കിന് പാസ്റ്റർമാരെയും വചന അധ്യാപകരെ നിങ്ങൾ അടച്ച് ആക്ഷേപിച്ചപ്പോൾ കപടഭക്തിക്കാരെ മുതലക്കണ്ണുനീരൊഴുക്കുന്നവരെ നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പോൾ ഒരു ഷാജി പാസ്റ്റർക്ക് വേണ്ടി നിങ്ങളിങ്ങനെ പറയാൻ വന്നേ? ഇതൊക്കെ ഉപദേശത്തിൻ്റെ ഗൗരവമാണ്, അല്ലാതെ മനസ്സിൻ്റെ ദേഷ്യവും കോപമൊന്നുമല്ല. ഉപദേശത്തിൻ്റെ ഗൗരവമാണ്. കാരണം സത്യവചനം അത്രയ്ക്കും വ്യക്തമായി പഠിച്ചതുകൊണ്ട് തന്നെ പറയുന്നതാണ്. ഈ ദൈവരാജ്യം എന്നുള്ള മർമ്മം അന്ത്യകാലത്ത് കാലാകാലങ്ങളിലായി ആർക്കും വെളിപ്പെടാതെ കിടന്നിട്ട് ഇപ്പോൾ ഇതാ ഒരു ഷാജി പാസ്റ്റർക്ക് വെളിപ്പെട്ടെന്നാണ് അനുയായികൾ പറയുന്നത്. അതായത് സഭ എന്നുള്ളത് പൂർവ്വപിതാക്കന്മാർക്ക് മറഞ്ഞു കിടന്നിട്ട് നമ്മുടെ അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ടതുപോലെ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എന്നുള്ളത് എല്ലാവർക്കും മറഞ്ഞു കിടന്നിട്ട് വയലിൽ ഒളിഞ്ഞിരുന്ന നിധിയായിരുന്നു, അത് കണ്ടെടുത്തുകൊണ്ട് പോകുന്നതാണ് അവരുടെ ആത്മഗുരു എന്നാണ് അവകാശപ്പെടുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് രസകരമായൊരു സംഭവം ഓർമ്മ വരുന്നത്. ഞങ്ങളൊരിക്കൽ കുറേ ചെറുപ്പക്കാർ ഞങ്ങളിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പഴം തിന്നിട്ട് ഞങ്ങളതിൻ്റെ തൊണ്ടെല്ലാം കൂടി പൊതിഞ്ഞൊരു നല്ല പോലെ പൊതിഞ്ഞ് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഇത് എവിടെ കൊണ്ട് ഇടുമെന്നറിയാൻ പാടില്ല, കാരണം അവിടെ ഇടാൻ തോന്നത്തില്ല, നല്ല ക്ലീനായി കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോവുകയും ചെയ്യണം, ബസ് വരാറായി. അപ്പോൾ കുറച്ച് ആളുകൾ അപ്പുറം ദൂരെ മാറി നിൽപ്പുണ്ട്. ഞങ്ങൾ പയ്യെ ഈ സാധനം ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചു മുഖത്തൊക്കെ നോക്കി വർത്താനൊക്കെ പറഞ്ഞിട്ട് കൈ അടച്ച് ഇതങ്ങോട്ട് ഇട്ടു. എൻ്റെ കൂട്ടത്തിലുള്ളവരോ ഞാൻ ആരും അതിലേക്ക് ശ്രദ്ധിച്ചില്ല, അത് താഴത്തേക്ക് ഇട്ടു. ഞങ്ങൾ അതുകൊണ്ട് ഒഴിവാക്കി വിട്ടതാണ്. എന്നാൽ അപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിൽ ഒരു ബിരുദൻ മാത്രം ഇത് കണ്ടു. അപ്പോൾ അവർക്കിട്ട് നോക്കിയപ്പോൾ അവരാരും ശ്രദ്ധിച്ചില്ല. പുള്ളി ഇങ്ങനെ പയ്യെ ചുറ്റിക്കിറങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ട് വന്ന് ഞങ്ങൾ പറയുമോ നിന്നു. ഞങ്ങളുണ്ട് ബസ്സിലേക്ക് കയറിയപ്പോൾ പുള്ളി പയ്യെ കുനിഞ്ഞതെടുത്തിട്ട് ആരും കണ്ടില്ലടാ എന്നുള്ളതായ, ഇത്രയും മിടുക്കന്മാർ നിന്നിട്ട് ആരും ഇത് കണ്ടില്ലടാ എന്നുള്ള ഭാവത്തിൽ പുള്ളിയുണ്ട് വലിയ സാധനം കിട്ടി എന്നുള്ള ഭാവത്തിൽ വീട്ടിൽ കൊണ്ട് അഴിച്ചു നോക്കി പഴത്തിൻ്റെ തൊലി. ഇത് ഞാൻ ഓർമ്മയിൽ വന്നൊരു കാര്യം പറഞ്ഞതുള്ളൂ കേട്ടോ. രാജ്യത്തിൻ്റെ സുവിശേഷം എന്നാൽ എന്ത്? അതാദ്യം പഠിക്കണം. യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ശരി, അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്നാപക യോഹന്നാൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ സ്നാപക യോഹന്നാനെ, അങ്ങ് പറഞ്ഞ സുവിശേഷം എന്താണെന്നൊന്ന് പറയാമോ? സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ആ സുവിശേഷം കൊണ്ടത് ഇങ്ങോട്ട് പറഞ്ഞേ ഞാനൊന്ന് കേൾക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, ഇതാകുന്നു എൻ്റെ സുവിശേഷം. 2 തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. ബൈബിളിൽ കണ്ടില്ലെന്നൊന്നും പറയരുത്, വായിച്ചു നോക്കണം. അപ്പോൾ പൗലോസ് പറയുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, അതാണ് എൻ്റെ സുവിശേഷം. ഇത് മരിക്കാതെ എങ്ങനെയാണ്, അടക്കപ്പെടാതെ ഉയർത്തെഴുന്നേൽക്കാതെ എങ്ങനെ ഈ സുവിശേഷം യോഹന്നാന് പറയാൻ കഴിയും? ചിന്തിക്കണം കേട്ടോ, ചിന്തിക്കണം. യോഹന്നാന് എങ്ങനെ പറയാൻ കഴിയും? യേശു മരിക്കുന്നതിന് മുമ്പ്, അടക്കപ്പെടുന്നതിന് മുമ്പ്, ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് ഈ സുവിശേഷം എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ വെച്ച് അങ്ങ് പറയുന്ന സുവിശേഷം ഏതാണെന്ന് ചോദിച്ചാൽ, പൗലോസ് പറഞ്ഞ സുവിശേഷമല്ല സഹോദരങ്ങളെ പറയുന്നത്. പൗലോസ് പറഞ്ഞത് യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നതിന് ശേഷമുള്ള സുവിശേഷമാണ്. അപ്പോസ്തല പ്രവൃത്തിയിലുടനീളം നമുക്ക് 13 പ്രസംഗങ്ങൾ കാണാൻ കഴിയും. അതിൽ 3 പത്രോസിൻ്റെയും 1 സ്തേഫാനോസിൻ്റെയും 9 പൗലോസിൻ്റെയും.
ആ പ്രസംഗങ്ങൾ നിങ്ങൾ അരിച്ച് പിറക്കി വായിച്ച് നോക്ക്. എവിടെയെങ്കിലും ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്ക്. ഇല്ല എങ്കിൽ ഇവർക്കാർക്കും കൊടുക്കാതിരുന്ന വെളിപ്പാട് ഷാജി പാസ്റ്റർക്ക് ദൈവം കൊടുത്തുവെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല അതുവരെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ സകല പരസ്യയോഗങ്ങളും ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ഇനി പത്രോസിൻ്റെ പ്രസംഗത്തിലെല്ലാം പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അവർ പറയുന്നത്, പൗലോസ് ഊന്നിപ്പറയുന്നത് യേശു തന്നെയാണ് ക്രിസ്തു എന്നാണ് തൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനമായി ഊന്നൽ. അത് കാരണം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണ് ക്രിസ്തു. കാര്യം മനസ്സിലായി? രണ്ടും കൂടെ കോർത്ത് വെച്ച് പഠിച്ചേ. മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടല്ലോ, ഒന്ന് കൊലോസ്യർക്കെഴുത ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18 വചനത്തിൽ പറയുമ്പോൾ അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തവൻ എന്ന് പറഞ്ഞത് ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ജനിച്ചവൻ. ആ ജനിച്ചപ്പോഴാണ് ക്രിസ്തു ആയത്. അതാണ് പത്രോസ് തൻ്റെ അപ്പോസ്തല പ്രവൃത്തി 2:36 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെയാണ് കർത്താവ് ക്രിസ്തു കൊണ്ട് ഉയർത്തിയത്. ആ ക്രിസ്തുവിനെ, അതുകൊണ്ടാണ് പൗലോസിൻ്റെ പ്രസംഗം എല്ലാം നിങ്ങൾ എടുത്തു വായിച്ചിട്ട് അവിടെ നോക്ക്, താൻ യേശു തന്നെ ക്രിസ്തു എന്ന് സ്ഥാപിച്ച് പറയുന്ന പ്രസംഗമായിരുന്നു. എന്നാൽ പത്രോസ് കൂടുതൽ ഊന്നൽ കൊടുത്തത് യേശുവിൻ്റെ നാമത്തിനായിരുന്നു. തൻ്റെ പ്രസംഗം എടുത്ത് നോക്കുന്നേ. സ്തേഫാനോസ് ഒരൊറ്റ പ്രസംഗം നടത്തുള്ളൂ, അതിനകത്ത് അബ്രഹാം മുതൽ തുടങ്ങിയിട്ടില്ല. എവിടെയെങ്കിലും ദൈവരാജ്യം എന്നൊരു വാക്ക് താൻ പ്രസംഗിച്ചതായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ യോഹന്നാൻ വന്നത് പുതിയ നിയമ വിശ്വാസികളോട് പറയാനല്ല വന്നത്, യഹൂദന്മാരെ നോക്കിയാ പറഞ്ഞ് വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ സർപ്പസന്ധി നിങ്ങൾ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവരോട് പറഞ്ഞ രാജ്യത്തിൻ്റെ സുവിശേഷം. അതിൻ്റെ കാരണം എന്നറിയാമോ? അവരാണ് രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞല്ലേ, യേശുവിൻ്റെ ജനനം മുതൽ വ്യക്തമല്ലേ യഹൂദന്മാരുടെ രാജാവിനെ ചോദിച്ച് യഹൂദന്മാർ വരുമ്പോൾ ഇവിടെ സകല ജനത്തിനുമുള്ള സന്തോഷം. അത് ഞാൻ താരതമ്യപ്പെടുത്തി വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, ഇനി ആവർത്തിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ അവിടെ മുതലേ ഒരു രാജ്യം, ഞാൻ വീണ്ടും പറയുന്നത് യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ ആഹാസ് രാജാവിനോട് പറയുമ്പോഴും രാജ്യത്തിൻ്റെ കാര്യവും രാജാവിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടെ രാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത് യഹൂദന്മാരോടായിരുന്നു. മനസ്സിലാക്കണം. അത് മത്തായി സുവിശേഷം 10-ാം അധ്യായം എടുത്ത് വായിക്കുക. അവിടെ യേശു മരിക്കുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരെ നിയോഗപ്പെടുത്തി അയച്ചതാണ് ഓരോ ഗ്രാമങ്ങളിലേക്ക്. എന്താ? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അവരോട് പറയണം. ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ അത്രയും വായിച്ചിട്ടില്ല, ഒരൊറ്റ വാക്കല്ലേ നിങ്ങൾ വായിച്ചിട്ടുള്ളൂ. അത് വ്യക്തമായിട്ടൊന്ന് പഠിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അവിടുത്തെ ആദ്യത്തെ പ്രസ്താവന തന്നെ നമുക്കതിനകത്ത് അനേക പോയിന്റുകളതിനകത്ത് പഠിക്കാനുണ്ട്. ഓരോന്നായിട്ട് പറയാം. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളാണ് പറയുന്നത്. ബൈബിളിൽ കണ്ടില്ലെന്ന് പറയരുത്. ആദ്യം നിങ്ങളുടെ ബൈബിളിൽ മത്തായി സുവിശേഷം ഉണ്ടോ എന്ന് നോക്ക്. ഞാനിങ്ങനെയൊക്കെ പറയാൻ കാരണമുണ്ട് കേട്ടോ. ഞാനിങ്ങനെയൊന്നും ഈ തരത്തിൽ ഞാൻ സംസാരിക്കുന്ന ആളല്ല. ഞാൻ യേശുനാമക്കാരോടൊക്കെ ഇഷ്ടംപോലെ സംസാരിച്ചിട്ടുണ്ട്. എത്ര മാന്യമായിട്ട് അവർ പലരും എന്നെ വിളിച്ച് സംസാരിച്ചത്. ഞാനൊന്നും കൂടി പറയാം, അവരാണ് ഈ സ്നാനപ്പെടുത്തിയെങ്കിൽ ഞാൻ ഇത്രയും പ്രകോപനം കൊള്ളത്തല്ലായിരുന്നു. കാരണം അവർ വിളിച്ചുകൊണ്ട് പോയാൽ യേശുവിൻ്റെ നാമത്തിലുള്ള സ്ഥാനം കൊടുക്കുന്നത്. അതായത് സഹോദര, നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്ഥാനപ്പെട്ടത് അതല്ല, യേശുവിൻ്റെ നാമത്തിലാണ് ശരിയെന്നും പറഞ്ഞിട്ട് അവരങ്ങനെ കൊണ്ടുപോയി മുക്കുന്നതിനകത്ത് പിന്നെയും കൊണ്ടൊരു ന്യായം പറയാനുണ്ട്. കാരണം നാമത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. ഇത് സ്നാനപ്പെട്ട അതേ നാമത്തിൽ തന്നെ വീണ്ടും കൊടുക്കുമ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഒന്നാമത്തെ പോയിന്റ്, അവിടെ നിങ്ങൾ പ്രഘോഷിക്കേണ്ടത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആരോട്? പോകേണ്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാതികളുടെ ഇടയിൽ പോകരുത്. ശ്രദ്ധിച്ചോണം. 1, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പ്രസംഗിച്ചോണം. 2, നിങ്ങൾ ജാതികളുടെ ഇടയിൽ പോകരുത്. 3ാമത് വിലക്ക് കൊടുക്കുന്നു, നിങ്ങൾ ശമരിയ പട്ടണത്തിൽ കടക്ക് പോലും അരുത്. 4ാമത് പറയുന്നു, ഇസ്രായേലിൽ കാണാതെ പോയ എൻ്റെ ആടുകളുടെ ഗൃഹത്തിലേക്ക് പോകാവുള്ളൂ. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ യേശു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടിട്ട് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. സകല ജാതികളെയും ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നത്
ജാതികളുടെ ഇടയിൽ പോകരുത്. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? രാജ്യത്തിൻ്റെ സുവിശേഷം ജാതികൾക്ക് വേണ്ടേ? നിങ്ങൾ മറുപടി പറയണം കേട്ടോ. നിങ്ങളിപ്പോൾ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലോ, ഈ നിർദ്ദേശം കൂടെ ഏറ്റെടുക്കണം. എവിടെ? ജാതികളുടെ ഇടയിലേക്ക് പോകരുത്, ശമരിയ പട്ടണത്തിലും പോകരുത്, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ ഇടയിൽ മാത്രമേ പോയി രാജ്യത്തിൻ്റെ സുവിശേഷം പറയാവുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു കൊടുത്ത നിർദ്ദേശമാണ്. ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ. വചനം ഇങ്ങനെ ഓരോന്നായി വീക്ഷിച്ച് പഠിക്കണം. രണ്ടാമത് അവർക്ക് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം. പ്രസംഗിക്കുന്ന മാത്രം പോരാ, രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. പിന്നെ പറഞ്ഞത് സൗജന്യമായി ഇത് കൊടുക്കണം. അവിടെ 5 നിർദ്ദേശങ്ങൾ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യം എവിടെയാണ് പോകേണ്ടത്, 2 എന്താണ് ചെയ്യേണ്ടത്. ഇത് പറയാൻ കാരണം നിങ്ങൾ യെശയ്യാപ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, അങ്ങനെ പല സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് പറഞ്ഞിരിക്കുന്ന മശിഹ താൻ ആരാണെന്ന് ഒരു അടയാളം കൊടുക്കുന്നതാണ്. പ്രവാചകൻ വിളിച്ച് പറഞ്ഞ അവൻ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ചെകിടന്മാർക്ക് കേൾവിയൊക്കെ കൊടുക്കുമെന്ന് പറയുന്നല്ലോ. അത് അവൻ്റെ അടയാളമാണ്. ഇപ്പം മനസ്സിലായോ? ഈ അടയാളം ചെന്ന് യഹൂദന്മാരോട് പറയുമ്പോൾ പ്രവാചകൻ അന്ന് പറഞ്ഞത് എന്താണെന്ന് അവർക്ക് ഓർമ്മയിൽ വരും. ശരിയാണല്ലോ, യെശയ്യാപ്രവാചകൻ അന്ന് വിളിച്ച് പറഞ്ഞത് ഇവനെക്കുറിച്ചാണല്ലോ. അതൊന്നും കൂടി ക്ലിയറാക്കാം. സ്നാപക യോഹന്നാൻ തടവിൽ കിടന്നപ്പോൾ 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ, വരുവാനുള്ളവൻ നീ തന്നെയാണോ? സംശയമായി. ഏതാ? സ്നാന സമയത്ത് പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു വ്യക്തമായി കണ്ടവൻ ഇപ്പോൾ തടവറയിൽ കിടന്നപ്പോൾ സംശയമായി. എന്നാൽ യേശു പറഞ്ഞു കൊടുക്കേണ്ട മറുപടി ഇതായിരുന്നു, ഞാനാകുന്നു. പക്ഷേ യേശു അതല്ല പറഞ്ഞത്. നിങ്ങൾ ചെന്താ പറയണം, ബദ്ധന്മാരും കുരുടന്മാർക്ക് കാഴ്ച കിട്ടുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു. ഇത്രയും ചെന്ന് പറഞ്ഞാൽ മതി. ഒരു പക്ഷേങ്കിൽ ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ പറയും, ഗുരു ഞങ്ങളുടെ യജമാനൻ ചോദിച്ച ചോദ്യം അതല്ല, വരുവാനുള്ളവൻ നീയാണോ എന്നാ. ഇതെന്തു മറുപടി അങ്ങ് തരുന്നത്? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, യോഹന്നാന് കാര്യം മനസ്സിലാകും. എന്നറിയാവോ? യെശയ്യാപ്രവാചകൻ പറഞ്ഞത് യോഹന്നാൻ അറിയാമേ. അപ്പോൾ അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ യോഹന്നാന് മനസ്സിലായി, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എങ്കിൽ അവൻ തന്നെ വരുവാനുള്ളവൻ. മനസ്സിലാകുന്നുണ്ടോ? അവൻ തന്നെ വരുവാനുള്ളവൻ. കാരണം ഈ അടയാളമാണ് ആര് പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞത്. ഇത് ബൈബിളിലുള്ളതാകട്ടോ, ബൈബിളിലുള്ളതാ. ബൈബിളിൽ കണ്ടില്ലെന്നൊന്നും പറയരുത്. എന്നിട്ട് അതേ സംഭവം തന്നെ യഹൂദന്മാരുടെ അടുക്കൽ ചെന്ന് ചെയ്യാൻ പറഞ്ഞത് അവിടുത്തെ രോഗികളെല്ലാം സൗഖ്യമാകണമെന്ന ലക്ഷ്യത്തിലല്ല. അതപ്പോൾ ആയിരിക്കാം. പ്രധാനമായും യെശയ്യാപ്രവാചകൻ വിളിച്ചു പറഞ്ഞത് ഇവനെക്കുറിച്ച് തന്നെയാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ അടയാളങ്ങൾ ചെയ്തത്. അതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. അത്ഭുതം ലോകജാതികൾക്ക്, അടയാളം ഇസ്രായേലിനും. എന്തടയാളം? യെശയ്യാപ്രവാചകൻ വിളിച്ചു പറഞ്ഞ് ഇതാ ഒരുവൻ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞില്ല, അവൻ്റെ അടയാളം. അതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്തത് അവർക്ക് കൊടുത്ത നിർദ്ദേശം ശ്രദ്ധിച്ചോണം. മടിശീലയും പൊന്ന്, വെള്ളി, ചെമ്പ് ഇവ കരുതരുത് എന്ന് പറഞ്ഞാൽ അന്നത്തെ നാണയത്തിന് തുല്യമായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. അത് കരുതരുത്. നിങ്ങൾക്ക് അങ്ങനെയാണ് പോകുന്നത്. പേഴ്സൊക്കെ കൊണ്ടുപോകാറുണ്ടോ? രാജ്യത്തിൻ്റെ സുവിശേഷം പറയാൻ പോകുമ്പോൾ പേഴ്സ് കൊണ്ടുപോകാറുണ്ടോ? മടിശീല ബാഗൊക്കെ എടുക്കാറുണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പറയാനായി നിയോഗിച്ചവർക്ക് കൊടുത്ത നിർദ്ദേശമാണ്. 1, യഹൂദിയിൽ മാത്രമേ പോകാവുള്ളൂ. പുക്കാട്ടുപടിയിലും പാണൻകുഴിയിലും തേവരയിലും വാഴക്കാലയിലും പഴന്തോട്ടത്തിലും കങ്ങരപ്പടിയിലും ഒക്കെ പോകാനല്ല പറഞ്ഞത്. പിന്നെ എവിടെ പോകാനാ? ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ. ശമരിയ പട്ടണത്തിൽ പോലും പോകരുതെന്ന് പറഞ്ഞപ്പോൾ ഈ എറണാകുളത്ത് പോയത് എന്തിനോ രാജ്യത്തിൻ്റെ സുവിശേഷമായിട്ട്. പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ രണ്ടാമത് പറഞ്ഞാൽ നിങ്ങൾ പൊക്കണം 2 ഉടുപ്പ്, ചെരുപ്പ്, വടി ഇവ കരുതരുത്. വടി മാത്രം കാണാൻ സാധ്യമില്ല. പൊക്കണം ഉണ്ടോ? ചെറിയ ബാഗൊക്കെ ഉണ്ടോ സഹോദരിമാർ? ഈ വാൻറ്റി ബാഗൊക്കെ ഉണ്ടോ? പൊക്കണമുണ്ടോ? ഉണ്ട്. കാലിൽ ചെരുപ്പുണ്ടോ? 2 ഉടുപ്പ് ഇട്ടുകൊണ്ട് പോകാമെന്നല്ല പറഞ്ഞേ. ഒരു ഉടുപ്പ് ബാഗിൽ കരുതരുത്. ഇനി ഇട്ടുകൊണ്ടാലും 2 ഉടുപ്പ് പാടില്ല. രാജ്യത്തിൻ്റെ സുവിശേഷമാണേ. ഇതൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടല്ലോ, വീഡിയോയിൽ കണ്ടല്ലോ ബാഗൊക്കെ തൂക്കി പിടിച്ചേക്കുന്നത്, കാലിൽ ചെരുപ്പ് കിടക്കുന്നത് ഞാൻ കണ്ടല്ലോ. രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. യേശു പുതിയ നിയമസഭയ്ക്ക് കൊടുത്ത സുവിശേഷമല്ല ഈ പറഞ്ഞു വരുന്നത്. ഇത് അതായത് യേശു മരിച്ചതിന് ശേഷം ജാതികൾക്ക് രക്ഷയുടെ വഴി തുറന്നിട്ട് അവരോട് പറയാനായി അപ്പോസ്തലന്മാരെ നിയോഗപ്പെടുത്തിയ സുവിശേഷത്തിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത്.
ഞാനിപ്പോൾ പറയുന്നത് ഇസ്രായേൽ കാണാതെ പോയ ജനത്തിനോട് പറയേണ്ട സുവിശേഷത്തിന് പോകുമ്പോൾ കാലിൽ ചെരുപ്പിടരുതെന്നോ. നമ്മൾ ഷൂ ആണ് ഇട്ടേക്കുന്നത് അല്ലേ, ചെരുപ്പല്ല. അടുത്തത്, പട്ടണത്തിലോ ഗ്രാമത്തിലോ ചെല്ലുമ്പോൾ യോഗ്യൻ ആരെന്ന് അന്വേഷിച്ച് അവിടെ പാർക്കണം. വിട്ടുപോരോളം അവിടെ തന്നെ പാർക്കണം. പട്ടണത്തിൽ ചെന്നാൽ എന്ത് ചെയ്യണം? രാജ്യത്തിൻ്റെ സുവിശേഷമായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? യോഗ്യൻ ആരാന്ന് കണ്ടെത്തിയിട്ട് പോരോളം അവിടെ തന്നെ പാർക്കണം. എന്നിട്ട് ആ വീട്ടിൽ ചെല്ലുമ്പോൾ വന്ദനം ചൊല്ലുവിൻ. കാരണം അവർ സമാധാനം ഏൽക്കുവാൻ സ്വീകരിപ്പാൻ യോഗ്യരാണെങ്കിൽ സമാധാനം അവർക്ക് കിട്ടും, ഇല്ലെങ്കിൽ സമാധാനം റിട്ടേൺ പോരും. ഈ ചെരുപ്പ് ഇടരുതെന്ന് പറഞ്ഞാൽ അറിയാമോ? കാലിൽ പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ പൊടി കൊണ്ടുപോയി സാക്ഷ്യത്തിനായിട്ട് കൊട്ടിയിടണം. വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ ബൈബിളിലുള്ള കാര്യമാണ്. ഇനി അത് ആരും സ്വീകരിച്ചില്ലെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ. ഇനി അടുത്തത്, എങ്ങനെയുള്ള മേഖലകളിലേക്കാണ് വിടുന്നതെന്നുള്ള നിർദ്ദേശം, അതിനുള്ള അറിയിപ്പ് കൊടുക്കുന്നത്. നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയിൽ ആടിനെ പോലെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണെന്ന് അംഗീകരിക്കാത്ത യഹൂദന്മാരുടെ ഇടയിലേക്കാണ് നിങ്ങളെ അയക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത് പറയുന്നു, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. നിർദ്ദേശം കൊടുക്കുക, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. എന്നാൽ അതിൻ്റെ മത്തായി സുവിശേഷത്തിൻ്റെ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായി പറയുന്നു, അത് ജാതികൾക്കൊരു അടയാളമാണ്. അത് നിങ്ങൾക്കും ജാതികൾക്കും ഒരു അടയാളമാണത്. അതെന്താണെന്ന് മനസ്സിലായോ? സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരവനെ കൈക്കൊണ്ടില്ലെങ്കിൽ, എടാ നീയൊക്കെ തള്ളിക്കളഞ്ഞതിനെ സ്വീകരിപ്പാൻ ഒരു കൂട്ടം ജാതികൾ അവിടെയുണ്ട്. അവർ സ്വീകരിച്ചിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ അംഗമായി, സഭയുടെ അംഗമായി, ശരീരത്തിൻ്റെ ഭാഗമായി അവൻ താതനൊരുക്കുന്ന നിത്യഭവനത്തിൻ്റെ അവകാശിയായി മാറുമ്പോൾ നീ മനസ്സിലാക്കിക്കോണം, നീയൊക്കെ തള്ളിക്കളഞ്ഞതിനെയാണ് അവർ സ്വീകരിച്ചെന്ന്. അതിന് റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം ഒന്ന് വായിക്കേ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇസ്രായേലിന് അല്പമായ കാഠിന്യം വന്നിട്ടാണ് ജാതികൾക്ക് വഴി തുറന്നത്. അപ്പോൾ മനസ്സിലായി. ഇനി യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ സുവിശേഷം എന്താണ്? നിങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും, ശ്രദ്ധിക്കണം, യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം, ശ്രദ്ധിക്കണം, രാജ്യത്തിൻ്റെ സുവിശേഷമായി പോകുമ്പോൾ വിലക്കപ്പെട്ട ഗ്രാമമാണ് ശമരിയ. ഇപ്പോൾ ഇവിടെ രക്ഷയുടെ സുവിശേഷമായി പോകുമ്പോൾ ഇനി ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആ സാധനം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആ പൊതിയുണ്ടല്ലോ, ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് അതെടുത്തുകൊണ്ട് പോയ പാർട്ടിയുടെ ഓർമ്മ വെച്ചുകൊണ്ട് വേണം പറയാൻ. ആരും കാണാതെ മറഞ്ഞിരുന്ന നിധിയായ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം അതും കൊണ്ട് പോകുമ്പോൾ വിലക്കപ്പെട്ട സ്ഥലമാണ്, ഗ്രാമമാണ് ശമരിയ. എന്നാൽ കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിലൂടെ ജാതികൾക്ക് വഴിയൊരുക്കിയിട്ട് പ്രഘോഷിക്കാൻ പറഞ്ഞ നിത്യരക്ഷയുടെ സുവിശേഷം ഉണ്ടല്ലോ, അതായത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശു. ആർക്കും എന്തിനു വേണ്ടി? ജാതികൾക്ക് രക്ഷയുടെ വഴി തുറക്കാൻ വേണ്ടി. ആ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ ശമരിയെ ഒഴിവാക്കണ്ട. ഒരൊറ്റ വാക്ക് നിങ്ങൾ അതും ഇതൊക്കെ എഴുതി ചേട്ടാ ആശാനെന്നൊക്കെ വിളിച്ച് ചുമ്മാ പരിഹസിച്ച് നടക്കാതെ കേട്ടോ. പരിഹസിക്കുക, ഇതിനൊക്കെ മറുപടി ഉണ്ടെങ്കിൽ പറ. മറുപടി ഉണ്ടെങ്കിൽ എന്താണെന്ന് പറയുക, ഷാജി പാസ്റ്റർ മിണ്ടാത്തേ. അദ്ദേഹം നിങ്ങളെപ്പോലെ ഒന്നുമില്ല. അദ്ദേഹം വചനം വായിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിവുള്ള ആളാണ്. നിങ്ങളെപ്പോലെ എന്തെങ്കിലും പറയുമ്പോൾ എടുത്തു ചേർന്ന ആളുകളല്ല, അണികളെ പോലെ. അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന് കാര്യം കേട്ടപ്പോൾ മനസ്സിലായി, എടാ ഇതിന് ഒന്നുകൂടെ പഠിക്കാതെ മറുപടി കൊടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായോ. ഞാൻ യേശുനാമക്കാരോട് വണ്ണസ്സുകാരോട് എന്തോരം ചോദിച്ചു, ഒറ്റ എണ്ണത്തിന് അവർ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നവർ കമൻ്റ് ഇട്ടേക്കുന്നു. സത്യത്തിൽ എനിക്ക് ചിരി വന്നു. ഒരിക്കൽ ഒരുത്തൻ തല്ലി, അവന് തിരിച്ചു തല്ലാനുള്ള ത്രാണിയില്ലാതെ പോയി. അങ്ങനെ വൈരാഗ്യം കാണുമ്പോൾ വൈരാഗ്യം, പക്ഷെ തിരിച്ചു തല്ലാനുള്ള ധൈര്യമില്ല, ഒറ്റയ്ക്ക് തല്ലാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനെ കവലയിലിട്ട ആൾക്കാർ കൂട്ടത്തല്ല് തല്ലണം കണ്ടപ്പോൾ ഓടിച്ചെഞ്ച് ചുരു തോണ്ട് കൊടുത്തേച്ച് കൊന്നു. എന്നാണെന്നറിയാമോ? ഒറ്റയ്ക്ക് മുട്ടാൻ ധൈര്യമില്ല.
അപ്പോൾ കൂട്ടത്തിൽ നടക്കുമ്പോൾ ഒരെണ്ണം കൊടുത്തിട്ട് പോരാല്ലോ എന്ന് പറഞ്ഞു അല്ലേ. വന്നസുകാർക്ക് ഞാനിൻ്റെ ഒരു 36 വീഡിയോ ചെയ്ത് ചോദിച്ചു വെച്ചൊരു ഒറ്റണത്തിന് മറുപടി തരാതിരുന്ന് വെച്ച് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി JCNTS എന്താ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് കയറി കമൻറ്റ് ഇട്ടേക്കണേ. എനിക്കന്നേരം പെട്ടെന്ന് ആ സംഭവം ഓർമ്മ വന്നേ. ഒറ്റയ്ക്ക് തന്നെ ധൈര്യം ഇല്ലാഞ്ഞിട്ട് കൂട്ടത്തല്ലി കണ്ടപ്പോൾ ഓടി ചെന്നൊരു കൊണ്ടിച്ച് പോകുന്നത് പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനൊക്കെ മറുപടി പറയണമെങ്കിൽ നമ്മുടെ പഠനമൊക്കെ ഒന്ന് അഴിച്ച് പണിയണം. രാജ്യത്തിൻ്റെ സുവിശേഷമായി പോകുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് കർത്താവ് വളരെ വ്യക്തമായി നിർദ്ദേശം കൊടുത്തിരുന്നു. മനസ്സിലായല്ലോ? ഞാനതിനെ ആവർത്തിച്ച് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലായി, ജാതികളുടെ ഇടയിൽ പോകരുത്, ശമരിയിലും പോകരുത്. ഇവിടെ വന്നപ്പോൾ പറയാണ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ഒഴിവാക്കരുത്, ശമരിയയിലും വിലക്കപ്പെട്ട് രാജ്യത്തിൻ്റെ സുവിശേഷം വിലക്കപ്പെട്ട ശമരിയിൽ രക്ഷയുടെ സുവിശേഷമായിട്ട് പോകണമെന്ന്. മനസ്സിലായോ? ഞങ്ങൾ കൊണ്ടുപോയി നടക്കുന്ന അതാണ് രാജ്യത്തിൻ്റെ സുവിശേഷ. സമയമായില്ല അതിനി മഹോദരപകാലവും അതിനൊക്കെ പഠിച്ചു, കാരണം അതോടുകൂടി അവസാനം വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് പഠിക്കേണ്ടതുള്ള വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. അത് കഴിയുമ്പോൾ അവസാനമുണ്ടാകുന്നത്. ഇനി അതിൻ്റെ അവസാനം എന്താണെന്നും ഈറ്റുനോവിൻ്റെ ആരംഭം എന്താണെന്നും എല്ലാം മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലും അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം ചേർത്ത് പഠിക്കുവാൻ സമയം ഒത്തിരി വേണ്ടി വരും. അപ്പോൾ ഒറ്റ വാക്കിൽ പറയാം, അന്ന് വിലക്കപ്പെട്ടതാണ് ശമരിയ, ഇപ്പോൾ രക്ഷയുടെ സുവിശേഷം അവരോടും കൂടി പറയും. എന്നിട്ട് പറയാണ്, മറ്റത് ജാതികളുടെ ഇടയിൽ പോലും യഹൂദന്മാർ കാണാതെ പോയ എൻ്റെ ഗ്രഹത്തിൻ്റെ അടുക്കൽ മാത്രം പോകണമെന്ന് പറഞ്ഞ ആളിപ്പോൾ പറയുകയാണ് സകല ജാതികളുടെ ഇടയിലും പോവുക. അപ്പോൾ ഇത് കേട്ട പത്രോസ് നമ്മുടെ എഴുതിയാട്ടക്കാരൻ ഒന്ന് ചോദിച്ചെന്നിരിക്കട്ടെ, അതെന്താ കർത്താവേ, ഞങ്ങൾ അന്ന് വിട്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ശമരിയയിൽ പോകരുത്? എടാ, അത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ഇത് രക്ഷയുടെ സുവിശേഷമാണ്. ഇത് സകല ജാതികൾക്കുള്ള. അതെന്നാ വ്യത്യാസം? എടാ, നീ എൻ്റെ ജനന സമയത്തുള്ള കാര്യം നീ കേട്ടിട്ടില്ലേ? ജനന സമയത്ത് യഹൂദന്മാരെന്താ ചോദിച്ചു വന്നേ? രാജാവിനെ അല്ലേ, അത് രാജ്യം ഭരിക്കുന്നവനെ. പക്ഷെ ദൂതന് വന്ന് ഇടയനോട് എന്താ പറഞ്ഞത്? സകല ജനത്തിനുമുള്ള സന്തോഷം, അത് രക്ഷയുടെ സന്തോഷമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഏൽപ്പിക്കുന്ന രക്ഷയുടെ സന്തോഷമാണ്. കാരണം ഇസ്രായേൽ ഒരു അല്പമായ കാഠിന്യത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. അവരെ പയ്യൊന്ന് തള്ളി നിർത്തിയിരിക്കുക. അവർക്കാണ് രാജ്യം, ആ രാജ്യത്തിൻ്റെ സുവിശേഷം അവർക്കാണ്. അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു പോയത്, അവർക്കാണ് രാജാവിനെ വേണ്ടത്. മനസ്സിലായില്ല? യെശയ്യാവ് 11 പറയുന്ന രാജാവ് അവർക്കും, ആ ക്രിസ്തു നമുക്ക് മണവാളനും ഇപ്പോൾ മഹാപുരോഹിതനും. ഇതൊക്കെ ബൈബിളിലുള്ളതാണ്. വിളിച്ച് ചോദിച്ചോ, ഞാൻ റെഫറൻസ് ചെയ്യാൻ പറഞ്ഞുതരാം. അപ്പോൾ പത്രോസിനോട് പറയും, അതിൻ്റെ സമയം കഴിഞ്ഞു, ഇപ്പം ജാതികളുടെ കാലമാണ്. ജാതികളുടെ കാലം, ഇതിനൊരു അവസാനം വരും. ഈ ജാതികളുടെ കാലത്തിന്, ഈ ജാതികളുടെ കാലത്തിന് അവസാനം വന്നു കഴിയുമ്പോൾ വീണ്ടും അവരോട് ഇടപെടും. അന്നാരെയാണ് മക്കളെ രാജ്യത്തിൻ്റെ സുവിശേഷം. അന്ന് ജാതികൾക്ക് രക്ഷയില്ല. അന്ന് ഇതേ തീരുമാനം തന്നെ വരും. അന്ന് ഇസ്രായേലിനോട് മാത്രമേ ഇടപെടത്തുള്ളൂ, ജാതികളോടില്ല ആ സുവിശേഷം. അത് വീണ്ടും ജാതികൾക്ക് കൊടുക്കുമെങ്കിൽ പിന്നെ ഇപ്പോഴൊക്കെ നമ്മളൊക്കെ അങ്ങനെ കൊടുക്കുമെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ വീണ്ടും ജാതികൾക്ക് രക്ഷയുണ്ടെങ്കിൽ, അതായത് സഭായുഗം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജാതികൾക്ക് രക്ഷയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ കൊട്ടി ഓടിച്ച് നടക്കുന്നത് എന്നാ കാര്യം? സുപ്രഭാത ദിവസം, ഇതാണ് രക്ഷയുടെ സമയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് നടക്കുന്നതിൻ്റെ കാര്യം എന്താ? അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞ കമൻറ്റിൽ പറഞ്ഞൊരു കാര്യം കൊണ്ടൊന്ന് പറയട്ടെ. ചേട്ടൻ എത്ര ശ്രമിച്ചാലും പുത്രനെ പിതാവിൻ്റെ ഒപ്പം ആക്കാൻ പറ്റത്തില്ല. അതെൻ്റെ പൊന്നെ അനുജൻ പറഞ്ഞിട്ട് വേണ്ട ഈ ചേട്ടനത് അറിയാൻ. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പുസ്തകമൊക്കെ വായിക്കുന്ന ആളാണ്. ആദ്യം മനസ്സിലാക്കുക, അനുജനൊരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തോടുള്ള സമത്തോടെ വെച്ചിട്ട് മനുഷ്യനായിട്ട് പോകുന്നതാണ് യേശു. ആ യേശു ഒരിക്കലും പിതാവിൻ്റെ ഒപ്പമല്ല. നിങ്ങൾ പറഞ്ഞല്ലോ, ഷാജി പാസ്റ്റർ പറഞ്ഞല്ലോ, സ്വർഗീയ മഹിമ വെടിഞ്ഞ വന്ന. ആ മഹിമ എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മറുപടി ഇല്ലല്ലോ. ആ മഹിമ എന്താണെന്ന് പറഞ്ഞു വന്നാൽ നിങ്ങളുടെ ഉപദേശം പാളും. അതാ മിണ്ടാതിരിക്കുന്നത്. ഒരാൾ പറഞ്ഞു ദൈവപുത്രൻ എന്നുള്ള മഹിമയാണെന്ന്. അതൊക്കെ കേട്ട് എന്താ പറയാനാ, ഖേദം തോന്നുക എന്നല്ലാതൊന്നും പറയാനില്ല. എന്നാൽ യെശയ്യാവ് വിളിച്ച് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവമാണ് അവൻ നിത്യപിതാവ്. ഇവിടെയാണ് വണ്ണസുകാർക്കൊരു സംശയം വരുന്നത്. ഇപ്പം എത്ര പിതാവുണ്ട്? യഹോവ ഒരു പിതാവാണ്, യേശു ഒരു പിതാവ്, നിത്യപിതാവ്. അപ്പോൾ എത്ര പിതാവുണ്ട് നിത്യതയിൽ? എനിക്കറിയാൻ പാടില്ല എത്രയാണെന്ന്, ഞാൻ എണ്ണമൊന്നും പറയുന്നില്ല. പക്ഷെ ഒന്നും ഞാൻ പറയാം, നിങ്ങൾ വായിച്ചു നോക്ക്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം വായിക്കുക. യേശുവിടെ പറയുന്നുണ്ട്, ദൈവമേ പിതാവ്, നീ എനിക്ക് തന്ന എൻ്റെ മക്കൾ, ആരുടെ മക്കൾ?
യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ മക്കൾ. ക്രിസ്തുവിൻ്റെ മക്കളാണെങ്കിൽ ആ മക്കൾക്ക് ക്രിസ്തു ആരാ? പറഞ്ഞോ. ആ മക്കൾക്ക് ക്രിസ്തു ആരാ? സംശയിക്കണ്ട, പറഞ്ഞോ. പിതാവ് ആണോ? അത് നിത്യപിതാവാണ്. മനസ്സിലായോ? എബ്രായർ അത് യെശയ്യാവ് അത് തെറ്റിപ്പറഞ്ഞതുമല്ല, ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന പെന്തക്കോസ്തുകാർ അതിനെ തെറ്റിദ്ധരിച്ചതുമല്ല. സംഭവം സത്യമാണ്. സംഭവം സത്യമാണ്. ഇത് കോഴിക്കോടുള്ള ഒരു പ്രൊഫസർ എൻ്റെ ഒരു അടുത്ത സഹോദരനോട് വിളിച്ച് ചോദിച്ചു. ഞാൻ വർഷങ്ങളായി പെന്തക്കോസ്തുകാർ പാസ്റ്റർമാരോട് ചോദിച്ചിട്ട് മറുപടിയില്ല. നിത്യതയിൽ എത്ര പിതാവുണ്ട്? മുണ്ടക്കയത്തുള്ള എൻ്റെ സഹോദരൻ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി പറയാം, ഇപ്പം പറയുന്നില്ല. നേരം പറഞ്ഞില്ല. കാരണം അതിലും ഘനമേറിയ സാധനം ഞാൻ അന്നേരം വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഞാൻ ചേർത്തെന്ന് പറയുക, നിത്യത്തിൽ 2 പിതാവുണ്ടെന്ന് ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ചോ. ഞാൻ രണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പഠിച്ചോണം. ഒന്ന് യഹോവയായ പിതാവ്, അത് യേശു പിതാവ് എന്ന് വിളിച്ചില്ല. 2 യേശുവിൻ്റെ മക്കൾക്ക് യേശു പിതാവ്, അതാണ് നിത്യപിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ വീരനാം ദൈവം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് മൈറ്റി ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വീരനാൻ വീര്യമുള്ള ദൈവമാണ്. പക്ഷേ ഓൾമൈറ്റി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആ ഓൾമൈറ്റി എന്നുള്ള സ്ഥാനം അവിടെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പാപത്തെ മോചിച്ചല്ലോ യേശു. മനുഷ്യന് പാപത്തെ മോചിക്കാനുള്ള അധികാരമുണ്ടോ? അത് മൈറ്റി ഗോഡാണ്, വീരനാം ദൈവമാണ്. ഇനി ഓൾമൈറ്റി എന്നുള്ള പദവിയിലേക്ക് വരുമില്ല എങ്കിൽ മൈറ്റിയും ഓൾമൈറ്റിയും ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിൽ ഓൾമൈറ്റി ആക്കണം. അതുണ്ടായിരുന്നു, അതാണ് ആ സമത്വമാണ് വിട്ടിട്ട് പോകുന്നത്. ആ സമത്വം വിട്ടപ്പോൾ എന്തായിത്തീർന്നു? ഓൾമൈറ്റി ആയിരുന്നവൻ ആ സമത്വം വിട്ടപ്പോൾ മൈറ്റി ആയി മാറി. ഇനി യോഹന്നാൻ 17:5 പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പം ഞാൻ മൈറ്റി ഗോഡാണ്, പക്ഷേ ലോക സ്ഥാപനത്തിന് മുൻപ് എനിക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥലമുണ്ടല്ലോ ആൾമൈറ്റി. ഇല്ലെങ്കിൽ നിങ്ങൾ പറ, ഇപ്പം മൈറ്റി ഗോഡ് ആയിരിക്കുന്നവൻ, വീരനാം ദൈവമായിരിക്കുന്നവൻ എന്തു മഹിമയാണ് വിട്ടിട്ട് പോകുന്നത്? ഇതിനേക്കാൾ ശ്രേഷ്ഠമേറിയ പദവി ആയിരിക്കണം അത്. ആണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയുന്നു, ഞാൻ കുട്ടിദൈവമാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതി. കുട്ടിദൈവം എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്നേഹിത, നിങ്ങളൊരു പേര് പറഞ്ഞാൽ മതി. സർവശക്തനായ ദൈവത്തിന് തുല്യനല്ല, അപ്പത്തിനൊരു ദൈവമാണ് തന്നെ. ഇതിന് നിങ്ങളൊരു വാക്ക് പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു പേര് ഇട്ടു തന്നെ, അതായത് പിതാവാൻ ദൈവത്തിന് തുല്യനല്ലാത്ത വേറൊരു ദൈവത്തിന് നിങ്ങൾ എന്ത് പേര് നിങ്ങൾ ഇട്ടോ, ഞാൻ കുട്ടി ദൈവം എന്നുള്ള വാക്കിൻ്റെ പിൻവലിച്ച് നിങ്ങളൊരു പേരിട്ടേരെ. അപ്പോൾ നമുക്കങ്ങനെ പറയാമല്ലോ. ഇനിയിപ്പോൾ കയറി വരും യേശുവും സർവശക്തനായ ദൈവമാണെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ തോമാച്ചാനെ എന്തിനാണ് രണ്ടാമത് വിളിച്ച് സ്ഥാനപ്പെടുത്തിയത്? അപ്പോൾ ഇനി പറ, ഷാജി പാഷയുടെ പുറകെ നടന്ന് ആരോപിക്കുക, തന്നെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തി തന്നെ പറയണമെന്ന്. എൻ്റെ വലിയത് ഷാജി പാഷയെ ബോധവൽക്കരിക്കാനല്ല ഇത്. അദ്ദേഹത്തിൻ്റെ പുറകെ പോയ ഈ ഒരു റെഫറൻസ് പറഞ്ഞ് അതുപോലും കണ്ടെടുക്കാൻ അറിയില്ലാത്ത ആളുകളെ നേരെയാക്കാനല്ല ഇത് പറയുന്നത്. അനേകർ ഈ ഉപദേശത്തിൽ ഇനി കുടുങ്ങി പോകാൻ അനുവദിക്കരുത്. അവരിത് കേട്ടോണ്ട് മനസ്സിലാക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് തടയിട്ടതാണ്. പോയ വെള്ളം ഒഴുകിപ്പോയി, ഇനിയുള്ള വെള്ളം ഒഴുകി പോകാതിരിക്കാനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഷാജി പാസ്റ്റർ അയക്കാൻ തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. തൻ്റെ കൂടെ പോയവരിൽ നിത്യത ആഗ്രഹിക്കുന്നവർ തിരിച്ചു വരും. ഇല്ല എങ്കിൽ ഷാജി പാസ്റ്റർ ഇത് കേൾക്കുമ്പോൾ എന്നെ വിളിക്കും, സഹോദര ഇപ്പം എനിക്ക് ഏറെക്കുറെ സംഭവം മനസ്സിലായി. രാജ്യത്തിൻ്റെ സുവിശേഷവും രക്ഷയുടെ സുവിശേഷം തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായി. രാജ്യത്തിൻ്റെ സുവിശേഷം കാണാതെ പോയ ഇസ്രായേൽ നിഗ്രഹത്തോട് മാത്രവും ശമരിയാക്കാർക്ക് പോലും കേൾക്കാൻ അനുവാദം ഇല്ലാതെ ഇരുന്നതാണ് ഏത്? രാജ്യത്തിൻ്റെ സുവിശേഷം. രക്ഷയുടെ സുവിശേഷം അങ്ങനെയല്ല. യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും പ്രസംഗിക്കപ്പെടേണ്ടതാണ് ഈ സുവിശേഷം. അതുകൊണ്ടാണ് അന്ന് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് നടന്ന പത്രോച്ചാനൊക്കെ ഇപ്പോൾ ഇത് വന്നപ്പോൾ അത് പറയുന്നില്ല. ഇപ്പം പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച യേശു ഉണ്ടല്ലോ, അവൻ തന്നെയാണ് ക്രിസ്തു. അവൻ്റെ നാമമാണ് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് തന്ന ഏകനാമം. അവനിലൂടെയാണ് നിത്യജീവൻ. പൗലോസ് അതിനെ ഊന്നിപ്പറയുന്നു, ആ യേശു തന്നെയാണ് ക്രിസ്തു എന്ന്. അല്ലാതെ ദൈവരാജ്യത്തെക്കുറിച്ചല്ല കേട്ടോ, അല്ല. ഇത് ആർക്കും മറഞ്ഞു കിടന്നിട്ട് കണ്ടെത്താതെ ഇരുന്നു കൊണ്ടല്ല. അപ്പോൾ അതൊന്നുമല്ല എൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകളാണ് എന്നെ ഈ ശൈലിയിലേക്ക് പ്രേരിപ്പിച്ചത്. എൻ്റെ പിന്നിലുള്ള ആ വീഡിയോയൊക്കെ എടുത്ത് നോക്കുക, ഞാനിങ്ങനെ പറയുന്ന ഒരാളാണോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം മനസ്സിലാകേണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, പഠിക്കേണ്ടവർക്ക് പഠിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പൊന്നു സഹോദരങ്ങളെ,
ഇത്രയും യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ടിട്ട് നിങ്ങൾ അതിലെ പോകണമെങ്കിൽ പൊക്കോ. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചൊന്നും അല്ല വീഡിയോ ഇടുന്നത്. നിങ്ങൾ അതിലേക്ക് പൊക്കോ, കുഴപ്പമില്ല. പക്ഷേ ഇനി ആരും ഈ കപട ഉപദേശത്തിൽ, വ്യാജ ഉപദേശത്തിൽ പെട്ടു പോകരുത്. രാജ്യത്തിൻ്റെ സുവിശേഷമല്ല ഇപ്പോൾ രക്ഷയുടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യം അവർക്കുള്ളതാണ്, അവരോട് പറഞ്ഞ രാജ്യത്തിൻ്റെ. ഇനി ആവർത്തിച്ച് പറയണ്ടല്ലോ, അവരാ രാജാവിനെ അന്വേഷിച്ച് വന്നത്. നമുക്ക് രക്ഷകനാണ്, സകല ജാതികൾക്കുമുള്ളത് രക്ഷകൻ, യഹൂദനുള്ളത് രാജാവ്. ഇത് ജനനത്തിൽ നടന്ന വിളംബരങ്ങൾ. കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് പുതിയ ഒരു ചിന്തകളുമായി കടന്നു വരാം. ഇനിയിപ്പോൾ കമൻറ്റ് നിങ്ങൾ എന്തിട്ടാലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതിൽ കൂടുതലൊന്നും വിവരിച്ച് പറയാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങളുടെ കമൻറ്റിൻ്റെ പുറകെ പോകാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ കമൻറ്റ് പ്രതികരിച്ചതിൻ്റെ കാരണം എന്നെ ചില പഠിതാക്കൾ വിളിച്ചിട്ട് ചോദിച്ചു, പക്ഷേ ഇന്നതുപോലൊരു കമൻറ്റ് വന്നിട്ടില്ല, അതിൻ്റെ മറുപടി എന്താ? ഞാൻ ഫോണിൽ കൂടെ വേണ്ട, ഫോണിൽ കൂടെ പറയണ്ട, പബ്ലിക്കിൽ ഇട്ടോ, എല്ലാവരും കേൾക്കട്ടെ. എനിക്ക് മാത്രമല്ല സംശയമുള്ള പലരും അത് ഉണ്ട്. അപ്പോൾ അവർ ഓരോ വീഡിയോ കമ്പനി വിളിക്കുന്നു, ഇപ്പോൾ ക്ലിയറായി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ക്ലിയർ ആക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി വിശദീകരിച്ച് പറയാൻ ഒത്തിരി ആശയങ്ങളുണ്ട്, യൂട്യൂബിലിടാൻ പറ്റത്തില്ല. അതിനൊക്കെ വല്ല ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ മണിക്കൂറോളം നിന്ന് ഓരോ ആശയങ്ങൾ പറയാം. പക്ഷേ യൂട്യൂബിൽ അങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഈ ആശയം ഇവിടെ ചുരുക്കുന്നു. രാജ്യത്തിൻ്റെ സുവിശേഷമല്ല, രക്ഷയുടെ സുവിശേഷമാണ് ഇപ്പോൾ നമുക്കുള്ളത്. നമുക്ക് രാജാവല്ല, ഇപ്പോൾ നമുക്ക് രക്ഷകനായിട്ടാണ് യേശു വന്നത്. അവർക്ക് ക്രിസ്തു എന്ന രാജാവിനെ അവർ കാത്തിരുന്നു, നമ്മൾ രക്ഷകൻ എന്നുള്ള യേശു നമുക്കായി വന്നു. കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായി കൂടി കാണാം. അതുവരെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.